ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ചില എല്ലാം മീഡിയ വണ്ണാണ് കൊടുത്തത്. ഇപ്പോൾ മറ്റേതൊക്കെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ പകർത്തി കൊടുത്തു എന്നുള്ളതാണ് തോന്നുന്നത്. ഞാൻ എല്ലാം കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു പരാമർശം കോടതിയുടെ വിധിയിലില്ല. എന്നെക്കുറിച്ചോ എൻ്റെ പേരോ ഒന്നും ആ കോടതി വിധിയിലില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നന്നായി കേരള ഗവൺമെൻറ്, കേരള പോലീസ് കേസന്വേഷണം നടത്തി പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്തൊരു കേസാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്. എന്നാൽ ഈ പീഡനം നടന്നതിന് ശേഷം കേസന്വേഷണം നടക്കുന്ന സമയം മുതൽ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായല്ലോ, ഈ കേസിൽ പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത്. കോടതി ശിക്ഷിക്കണമെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസ് കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആ കേസന്വേഷണം നടന്നു. കോടതി ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസിൽ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ വിധിക്കാൻ കോടതി തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രചാരണവുമായി ഇറങ്ങിയിട്ടുള്ള ചിലർ ഇങ്ങനെയുള്ള ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അതൊരു വലിയ ആയുധമാക്കി കൊണ്ടു നടന്ന് അതൊരു വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവണം. അത് മാത്രമല്ല, ചിലർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിനകത്തുണ്ടായേക്കാം. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. കേസ് വളരെ ഭംഗിയായി അന്വേഷണം നടന്നു. പ്രതിയെ നല്ല രീതിയിൽ ജീവപര്യന്തം തടവിന് തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥ ഈ കേസിലുണ്ടായി എന്നുള്ളതാണ്. ഇതിലൊരു പരാമർശം എടുത്ത് അവർ പറയുന്നത്, പെൺകുട്ടിയുടെ അമ്മ ഈ കൗൺസിലർമാർ കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിച്ചു. അതിൽ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കേസന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ കുടുംബം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ നാട്ടുകാർ ഈ കുട്ടിയെയും കൂട്ടി രക്ഷിതാക്കളെയും കൂട്ടി പരാതി പറയാൻ അന്നത്തെ DYSP തലശ്ശേരി DYSPയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാനവിടെ DYSP വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം എൻ്റെ മണ്ഡലം പാലത്തായിൽ, ഞാനന്ന് നാട്ടിലുണ്ടായിരുന്നില്ല, പാലത്തായിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വളരെ ഗൗരവതരമായി, ചെറിയൊരു മോളാണ്, അപ്പോൾ വളരെ ഗൗരവതരമായി കേസ് അന്വേഷിക്കണം എന്ന് ഈ DYSPയെ ഞാൻ വിളിക്കുമ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ മുന്നിലിരിക്കുന്നുണ്ട്. പിന്നീട് നാട്ടിലെത്തി ഞാൻ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ അന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ മുന്നിലുണ്ട്, DYSP പറഞ്ഞു ടീച്ചർ വിളിച്ചിട്ട് ശക്തമായിട്ട് ഈ കേസ് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞതെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. ഞാൻ പിന്നെയും നിരവധി തവണ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കൗൺസിലർമാർ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇത്തരം കേസിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതും പോലീസിൻ്റെ ശ്രദ്ധയിൽ കുട്ടിയെ ഒട്ടും പരിഭ്രമിപ്പിക്കാതെ ശരിയായ വിവരം കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഏതെങ്കിലും കൗൺസിലർ കൂടുതലായിട്ട് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങളാരും തടസ്സമല്ല. പക്ഷേ കേസന്വേഷണം ശരിയായി നടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കുട്ടി യാതൊരു തരത്തിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് അന്ന് തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതല്ലാതെ നടപടിയെടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാവുന്നില്ല. മീഡിയ വണ്ണൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ മന്ത്രി നടപടിയെടുത്തില്ല. എനിക്കതിൽ നടപടിയെടുക്കാൻ എന്താ അധികാരം? പക്ഷേ ഇടപെട്ടിട്ടുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. ഈ കേസ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടന്ന് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ്, ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ആ കുടുംബം ഒരു തവണ സൂചിപ്പിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. നല്ലൊരു ടീം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കുറ്റവാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടിയിട്ടുള്ളത്. ആ ശിക്ഷ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചതൊന്നും ശരിയായില്ല, അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നത്. എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ അത് അവസാനിപ്പിക്കണം അവർ. അല്ലെങ്കിൽ വ്യാപകമായിട്ട് അത് തുടരുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും.